അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. എന്നെ സ്വന്തമായിട്ട് ഞാൻ പുകഴ്ത്തി പറയുന്നതല്ല കേട്ടോ. എൻ്റെ കറികളാണെങ്കിലും മമ്മിയുടെ കറികളാണെങ്കിലും എനിക്ക് ഭയങ്കര ടേസ്റ്റ് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് വെക്കുന്ന എല്ലാ ചിക്കൻ കറിയും വൻ ഫ്ലോപ്പാണ് കേട്ടോ. ഇത് ചിക്കൻ്റെ കുഴപ്പമാണോ എൻ്റെ മസാലക്കൂട്ടിൻ്റെ കുഴപ്പമാണോ എന്നുള്ള സംശയത്തിലായിരുന്നു ഞാൻ. മിക്കവാറും ചിക്കൻ്റെയോ മസാലകളുടെയോ കുഴപ്പമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനൊരു പുതിയ രീതിയിലാണ് കേട്ടോ കറി വെച്ചത്. കറി അടിപൊളിയായിട്ട് വന്നു കേട്ടോ. ഇനിയപ്പം ഇങ്ങനെ ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. സാധാരണ ചിക്കൻ കറിയിൽ ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ പാവയ്ക്കാത്തോരനായിരിക്കുന്നത്. ബ്ലഡ് കുറവായതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്ഥിരം പാവയ്ക്ക ഞാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം മമ്മിയാണ് കേട്ടോ കറിവേപ്പില ആട്ടിക്കൊണ്ടിരിക്കുന്നത്. പാവം, ഞാൻ എന്ത് പറഞ്ഞാലും അതേപോലെ ചെയ്യും. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കപ്പലണ്ടി വറുക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം അധികം ബേക്കറി ഒന്നും മേടിക്കാത്തത് കൊണ്ട് തന്നെ വീട്ടിലുണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇരുന്ന് 4 മണി സമയത്തൊക്കെ കുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചിക്കൻ കറി കണ്ടില്ലേ, അടിപൊളിയായിട്ട് വന്നില്ലേ. പ്രത്യേകിച്ചൊന്നുമില്ല റെസിപ്പി. നമ്മൾ എന്താണോ പൊടികൾ എടുക്കുന്നത് ആ പൊടികളും സ്പൈസസും എല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. കൂടെ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം അങ്ങ് അരയ്ക്കുക. എന്നിട്ട് എണ്ണയിലിട്ട് നല്ലതുപോലെ മൂപ്പിക്കുക. അങ്ങനെ എണ്ണയിൽ കിടന്ന് അതെല്ലാം നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ പൊട്ടറ്റോയും ചിക്കനും നല്ല ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക.